ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാ കിച്ചൺ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ്. നത്തോലി അഥവാ കൊഴുവ എങ്ങനെയാണ് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. എന്ന് തന്നെ വീഡിയോ കണ്ട് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നല്ല എരിവെള്ള മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും, 2 ടീസ്പൂൺ നാരങ്ങാനീര്, ഇതിനാവശ്യത്തിനുള്ള ഉപ്പും, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 1/2 കിലോ കൊഴുവാണ് എടുത്തിരിക്കുന്നത്. ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന കൊഴുവ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിവിടെ 1 മണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നിങ്ങൾക്ക് ടൈമില്ല എന്നുണ്ടെങ്കിൽ ഒരു മിനിമം 1/2 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ഫിഷ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ഇപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അടുത്ത സൈഡും കൂടി ഫ്രൈ ചെയ്തിട്ട് നമുക്ക് കോരി മാറ്റാം. കൊഴുവയ്ക്ക് ഇപ്പോൾ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റാം. ഇനി ബാലൻസ് ഉള്ള ഫിഷും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ ഫിഷും ഇതുപോലെ ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് കോരി വെച്ച കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൊഴുവ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. എന്നാൽ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ബൈ.